ഇനി മറ്റൊരു കഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ കഫിന് വരച്ചതുപോലെ തന്നെ 1.5 ഇഞ്ച് ലെങ്ത്തുള്ള 2 ലൈൻസ് അതിൻ്റെ ഇടയ്ക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന വിധത്തിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു സ്ലീവിൻ്റെ കഫ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ടുള്ള ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും ചെറിയൊരു കേവായിട്ടുള്ളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴത്തെ ആ കഫിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ എഡ്ജിലുള്ള ആദ്യം വരച്ച സ്ട്രൈറ്റ് ലൈൻ എറേസ് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻട്രലായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഒരുപാട് സ്ട്രൈറ്റ് ലൈനായിട്ട് വരക്കണ്ട, ജസ്റ്റ് ഒരു ചെറിയൊരു കേവോട് കൂടിയൊരു ലൈൻ സെൻട്രലായിട്ട് വരച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള കഫിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെൻട്രലായിട്ട് വരച്ച ആ ഒരു ലൈനിൻ്റെ ബാക്കി ഭാഗം ഈ ഒരു കഫിൻ്റെ ഭാഗത്തു കൂടി സെൻട്രലായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്ട്രാപ്പ് പോലെ പുറത്തോട്ടേക്ക് ഒരു ചെറിയൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അഥവാ നിങ്ങൾ വരച്ചതിൽ എന്തെങ്കിലും ചെറിയ ഷേപ്പിലോ കാര്യങ്ങളിൽ എവിടെയാണെങ്കിലും എന്തെങ്കിലും നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ലെവലാക്കി വരച്ചു കൊടുക്കാം. ഇനി ആ കഫും സ്ലീവും ജോയിൻ ചെയ്യുന്ന ഭാഗം അവിടെ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, അതൊന്ന് എറൈസ് ചെയ്ത് ആ ഭാഗത്തൊന്ന് ഡോട്ടഡ് ലൈൻ കൊടുക്കാം. എറേസ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ എറേസായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി വരച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം ആദ്യത്തെ കഫിൽ വരച്ചതുപോലെ തന്നെ കഫ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന ചുളിവുകളൊക്കെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് ഒന്ന് ആ ഒരു ചെറിയ ചെറിയ വരകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഡാർക്ക് പെൻസിൽ, ഇപ്പം ഒരു 4B അങ്ങനെ ആദ്യം ഒരു 4B ആ ഒരു ലെവലിലുള്ള ഒരു ഡാർക്ക് പെൻസിൽ എടുത്തിട്ട് നമുക്കൊന്ന് കറക്റ്റ് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് അതിന് മുകളിൽ കൂടി ഒന്ന് ഡാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ഓപ്പണിൻ്റെ ഭാഗവും കഫിൻ്റെ സൈഡും എല്ലാ ഭാഗങ്ങളും കറക്റ്റാക്കിയിട്ട് ഡാർക്ക് പെൻസിലോട് വരച്ചു കൊടുക്കുക. ആ സെൻറ്റർ ലൈനും എല്ലാ ഭാഗവും ഡാർക്കാക്കി വരച്ചു കൊടുക്കുക. എല്ലാ ഭാഗങ്ങളും ഡാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം പേപ്പർ സ്റ്റെംസ് യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സെയിം നമ്മൾ ആദ്യത്തെ കഫിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ലൈറ്റായിട്ടൊന്ന് ആദ്യം എല്ലാ ഭാഗത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു പെൻസിൽ 8B എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡാർക്ക് ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് ഔട്ട്ലൈൻ്റെ ഭാഗം പിന്നെ ലൈൻസ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഡോട്ടഡ് ലൈൻസ് അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻസ് കൊടുക്കുന്നത് മെയിനായിട്ടും സ്റ്റിച്ചിങ് ലൈനിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വരക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ വരച്ചിട്ടുണ്ടാവണം. ഡോട്ടഡ് ലൈൻസിന് പകരം സ്ട്രൈറ്റ് ലൈനോ അങ്ങനെയൊന്നും കൊടുക്കാതെ കറക്റ്റ് ഡോട്ടഡ് ലൈൻസ് തന്നെ വെച്ച് വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ മുകളിലും നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നുണ്ട് എന്നാണ്. ഇവിടെ ഞാൻ ആ ഒരു കഫും സ്ലീവും ജോയിൻ ചെയ്യുന്ന ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഉള്ളിലോട്ടേക്ക് കേവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ടേക്ക് കേവ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 8B പെൻസിൽ യൂസ് ചെയ്ത് വരച്ച ആ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് രണ്ട് സൈഡിൽ മാത്രമായിട്ട് നന്നായിട്ട് ചെയ്താൽ മതി. സെൻറ്റർ പോർഷനിലേക്ക് കൂടുതലായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണ്ട. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കഫിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കഫിൻ്റെ നെയിം എഴുതാം. പാർഷ്യലി എലാസ്റ്റിക്കേറ്റഡ് കഫ് വിത്ത് ഫ്യൂസ്ഡ് സ്ട്രാപ്പ് എന്ന് ഈ കഫിൻ്റെ താഴെയായിട്ട് എഴുതി വെക്കുക.